അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഖൈനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സമയം 4 മണി. നേരെ സൗദി റോഡിനേക്കാണ് പോകുന്നത്. സൗദി ബോർഡറിൽ പോകണം. അവിടെ ഒരു വണ്ടി സൗദി ബോർഡർ കടത്തി കൊടുക്കണം. ഖത്തർ സൗദി ബോർഡർ. അന്നേരം അത് കടത്തി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 4:30 മണിയാകുമ്പോൾ ബോർഡറിലെത്താൻ പറഞ്ഞ് ഇപ്പോൾ 4:10. അപ്പോൾ ബോർഡറിലെത്തി. ഇവിടെ എവിടെയോ ഒരാൾ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട്. അവരെയും കൂട്ടിയിട്ട് പോകണം. അപ്പോൾ ഫൈനലി 5:30 സമയം. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. സൗദിയിലാണുള്ളത്. ഇനി എനിക്ക് ഖത്തറിലേക്ക് പോകണം. ഇവിടുന്ന് ഏതെങ്കിലും വണ്ടിക്ക് കൈ നീട്ടി നോക്കണോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സി പിടിക്കണോ. ഇവിടെ പെട്രോൾ പമ്പിൽ വിടാൻ പറഞ്ഞ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറി വണ്ടിയാണ്, സൗദിയാണ് വണ്ടിയിലുള്ളത്. ഖത്തറി വണ്ടി സൗദിയിലേക്ക് കടത്തണ്ടെങ്കിൽ ഖത്തറിലുള്ള ഡ്രൈവറോ അല്ലെങ്കിൽ ഖത്തറികളോ വേണം. അങ്ങനെയാണ് എന്നെ പിടിച്ചത്. അങ്ങനെ ഇപ്പം ബോർഡർ കടത്തി കൊടുത്തതിന് അതിൻ്റേതായിട്ടുള്ള പൈസ തന്ന് എനിക്ക് ഖത്തറിലേക്ക് പോകണം. ബോർഡറിലേക്ക് കുറച്ച് സമയം ആരെങ്കിലും ഖത്തറി വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ കൈ നീട്ടി നോക്കാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ടാക്സി പിടിക്കാം. ടാക്സിക്ക് 150 റിയാൽ കൊടുക്കണം അപ്പുറത്തേക്ക്. നോക്കാം ഏതെങ്കിലും വണ്ടി കിട്ടുമോന്ന്. അപ്പോൾ അടുത്ത് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി ആടെ ഒരു പമ്പുണ്ട്, ആ റൗണ്ട് പട്ടിനടുത്ത്. അവിടത്തേക്ക് പോയോട്ടെ. അവിടെ കുറച്ച് വണ്ടികൾ കൂടുതൽ കിട്ടും. ഇവിടെ വണ്ടികൾ പെട്രോൾ പമ്പിൽ കയറുന്ന വണ്ടികളെ ഇവിടെ നിർത്തും. രാവിലെ ആയതുകൊണ്ട് വണ്ടികൾ കുറവാണ്. ആടുന്ന അഥവാ കിട്ടിയില്ലെങ്കിൽ ആടുന്ന ഏതെങ്കിലും ഒരു ടാക്സി പിടിക്കാം അപ്പുറത്തേക്ക്. അങ്ങോട്ട് പോക്കാന്ന് കുറച്ച് നടക്കാനുണ്ട്. സൗദീനെ മരുഭൂമിയിൽ ആടെല്ലാം കുറേ നമ്മളെ ഖത്തറിലെ പോലെ തന്നെ ടെൻ്റ് അടിച്ചിട്ടുള്ള കൊട്ടകോ ആടെല്ലാം തോന്നും. അതിൻ്റെ മുകളിലെല്ലാം കാണുന്നുണ്ട്. നോക്കാം. രാവിലെ തന്നെ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടാ. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടണേ. വണ്ടി കിട്ടിയാൽ 150 ഉറുപ്പികലാവോ? വണ്ടി കിട്ടിയില്ലേ 150 കൊടുക്കണം. ഈ ബോർഡറിൽ നിന്നല്ല ഒരാൾ ലിഫ്റ്റ് ചോദിച്ചിട്ട് തിരണ്ടിക്കലില്ലേ, അപൂർവമായിട്ടേ കിട്ടും കേട്ടോ. കാരണം ബോർഡർ ക്രോസിംഗ് അല്ലേ. അത്രക്കും നല്ല മനസ്സുള്ള ആളെ അങ്ങോട്ട് ലിഫ്റ്റ് തരും. വേറെ റോഡാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ബോർഡർ ക്രോസിംഗ് ആയതുകൊണ്ട് നേരം പിന്നെ കൂടുതൽ ആൾക്കാരോട് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നോക്കാം, നല്ല ആൾക്കാർ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ 2-3 ആളോട് ചോദിച്ചിട്ട്, ഇല്ലെങ്കിൽ നേരെ ടാക്സി പിടിക്കാം, ക്രോസ് ചെയ്യാം. അപ്പോൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഹുദൈദ്, ബത്തവ, UAE, ഒമാൻ, ഖത്തർ സൽവ. അത് നമ്മളെ കോർണിഷ് എടുത്ത സൗദീൻ്റെ നേരെ അപ്പുറം ഖത്തറാണ് കേട്ടോ. ഇവിടെ നല്ലൊരു പാർക്കുണ്ട്. ഇത് പാർക്കല്ലേ എന്തോ ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും ചന്തയുണ്ടാവും. നമ്മൾ ചന്തേൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഖത്തറിലേക്ക് ആരുമില്ലേ. അപ്പം ഞാൻ റൗണ്ട് അപ്പട്ടിലെത്തി. ഇവിടുന്ന് ഏതെങ്കിലും ടാക്സി കിട്ടുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ടാക്സി പിടിക്കണം. കുറച്ചും കൂടി നോക്കാം, ആരെങ്കിലും കാലം കൈ പിടിച്ച് കിട്ടുമെന്ന്, വണ്ടി ആരെയും കയറ്റുമെന്ന്. ഇല്ലെങ്കിൽ ടാക്സി പിടിച്ച് പോകാം. രാവിലെ ആയതുകൊണ്ടാണ് പ്രശ്നം. നോക്കാം. അപ്പോൾ ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോയെന്ന്. ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ആൾക്കാരൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുത്തില്ല. പിന്നെ ഞാൻ സൗദിൻ്റെ ഒരു ടാക്സി കിട്ടി. ഇവർ ഇവിടെ ബോർഡറിൽ ടാക്സി ഓടിക്കുന്നതാണ്, പച്ച ടാക്സി. അന്നേരം ഒരു ബോർഡറിനപ്പുറം വിട്ടുതരും. 150 റിയാൽ പിന്നെ അടി ചെയ്യാനൊന്നുമില്ല. 150 മിനിമം അങ്ങോട്ട് വിടുന്നതിന്. ബോർഡർ ക്രോസ് ചെയ്ത് വിട്ടുതരും. ഓക്കെ, അങ്ങനെ നേരെ വീണ്ടും ഖത്തറിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഖത്തർ ബോർഡറിനെത്തി. പിന്നെ هذه أحمر خليها. اوكي شكرا ان شاء الله. سوي تليفون اي شيء فيه. اوكي ان شاء الله. شكرا. السلام عليكم. അപ്പോൾ സൗദിയിലെ
ഒരു ടാക്സിക്ക് വന്നിന്, പച്ച ടാക്സി. ഓക്കെ, ഇനി നമ്മളെ വണ്ടി ഇടിയുണ്ട്, അത് എടുത്തിട്ട് നേരെ പോകാം. ഓരാരെങ്കിലും കിട്ടുമോ നോക്കുന്നുണ്ടാവും. അന്നേരം ആർക്കെങ്കിലും സൗദി ബോർഡർ ക്രോസ് ചെയ്യണ്ടെങ്കിൽ, ഹയാ വിസ പുതുക്കണ്ടെങ്കിൽ, പിന്നെ അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, എന്നെ കൊണ്ടാകുന്നത് ചെയ്തുതരാം. സമയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ നേരെ ഇനി ഖത്തറിലേക്ക് വന്ന് കുറേ പരിപാടികളുണ്ട് ഇന്നും, നമുക്ക് നോക്കാം. അപ്പോൾ സൗദി പോയിട്ട് തിരിച്ചു വന്നു, നേരെ ഗാരേജിൽ വന്നു. റസലുണ്ട് ഒപ്പരം. റസൽ कैसा है? റസൽ അഭി വൈറൽ ഹോ ഗയാ. അപ്പോൾ റസലിനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ ഫെല്ലയിലേക്ക് പോകുന്നു. അവിടെ ഒരു നിസാം പെട്രോളിൻ്റെ എഞ്ചിൻ ഉണ്ട്, ആ എഞ്ചിൻ എടുക്കണം. അന്നേരം വലിയ പൈസൻ്റെ എഞ്ചിനാണ്. അന്നേരം ഒരു ടെക്നീഷ്യനെയും കൂട്ടിയിട്ട് അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ കുറച്ചും കൂടി ബെറ്ററാന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ഒരു നിസാം പെട്രോൾ കച്ചവടാക്കാനുണ്ട്. എഞ്ചിൻ കണ്ടുപിടിച്ചിട്ട് വേണം നിസാം പെട്രോൾ കച്ചവടാക്കാൻ. ये इंजन पहले रेडी करके मैं निसाम पेट्रोल डील करेगा. नहीं ये तो निसाम पेट्रोल लिएगा, इंजन को ढूंढते तो इंजन प्राइस ज्यादा आएगा तो फायदा नहीं. അപ്പൊ നേരെ അങ്ങനെ ഫെല്ലയില്. ഫെല്ല കിतना നമ്പർ പേ? 25 है ना? 25 है. 25 അല്ലാത്തയാറിന്റെ സൈഡിലാണ് കേട്ടോ ഫെല്ല ഉള്ളത്. 25. അപ്പോൾ ഇതാണ് ഫെല്ല. വീണ്ടും ഫെല്ലയിലെത്തി. നമ്മളെ വിഞ്ഞാത്ത വീഡിയോയിലും ഫെല്ലയുണ്ട്. നോക്കാം, അവിടെ ഒരു എൻജിൻ കണ്ടുപിടിച്ചു. ഇതാണ് എൻജിൻ. ഇതാണ് നമ്മൾ പെട്രോളിൻ്റെ എൻജിൻ. വലിയ എൻജിനാണ്. അപ്പം നമ്മൾ എഞ്ചിന് കച്ചവടാക്കി. ഓക്കെ जाएगा. अभी उधर एक गाड़ी है, वो भी देखने चाहिए. हाँ देख के जाएगा. हाय वो थोड़ा क्लीन करके बाहर रखो, मैं आएगा बाद में. अने थोड़ा इधर बाहर रखे. അപ്പം ഞാൻ 32-ലെത്തി, അല്ല 31-ൽ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻജിന് സെറ്റാക്കിയത്. ഈ വണ്ടി നമ്മൾ പൊക്കാൻ പോയെന്ന് നിസാം പെട്രോള്. കുറച്ച് റേറ്റായി, കാരണം ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. നല്ല നീറ്റും കാര്യങ്ങളുള്ള വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അന്നേരം കുറച്ച് പ്രൈസായി. അന്നേരം ഇതും എടുത്ത് എൻജിനും ഇട്ട് സെറ്റാക്കേണ്ട പരിപാടിയാണ്. നേരെ ഇതെടുത്തിട്ട് ഇതെന്താണ്, ഇതൊരു കീറിയ മാതിരി. നേരെ ഈ വണ്ടി എടുത്തിട്ട് നേരെ ഗാരേജിലേക്ക് പോകുന്നു, എൻജിൻ സെറ്റാക്കുന്നു. അപ്പം അങ്ങനെ വൈകുന്നേരമായി. ഞാൻ നമ്മളെ ഫറാസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഹലോ, നീ മറ്റേ ഇവരെ എന്നാന്ന് പറയാ, നമ്മളെ പഞ്ചാബികളെ മീശലം വെച്ചിട്ടല്ല പഠിക്കാൻ സൗകര്യട്ടായിട്ടാ. ആരൊക്കെ വണ്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഫറാസിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്ക്. ഫറാസിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് നമ്പർ 32-ലാണ്. നമ്പർ പറഞ്ഞു കൊടുക്കുക. അന്നേരം ഡിസ്കൗണ്ട് ആക്കി കൊടുക്കണേ. ഷൈനവാസ്ക ചെയ്യുന്നതിനെക്കാളും കുറച്ച് ഡിസ്കൗണ്ട് ആക്കി ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഷൈനവാസ്കാരുടെ അടുത്ത് വണ്ടിയായിട്ട് പോകുന്നവര് കംപ്ലൈന്റ് ആണ്. ഫറാസ് വീട്ടിലേക്ക് വരും. എടാ ഇത് ബൽദിന്ന് എടുത്ത വണ്ടിയല്ലേ? അത് എനക്കറിയാലോ. ഇത് ബൽദിന്ന് എടുത്തതാണല്ലോ. സ്റ്റിക്കർ, ആ സ്റ്റിക്കർ ഉണ്ടല്ലോ. എന്റെ മോനെ, ഇത് എത്ര പൈസക്ക് എടുത്തതെന്ന് ഞാനിപ്പം പറഞ്ഞതാ. ഇതെല്ലാം നമ്മളോട് ചോദിച്ചാ പോരെ. ഇതേത് മലയാളിയാ? ഇതെല്ലാം എന്റെ വീഡിയോ കണ്ടിട്ട് വിട്ടുപോയതവരാ. ആവേശം കൂടിയിട്ട് എടുത്തിട്ട് ഞാൻ എല്ലാവരോടും പറയലുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോ ഇത് വണ്ടി ഇതാ, ഈ വണ്ടിയാണ്. ഈ വണ്ടി 11,500 12,500 റുപ്യ വണ്ടിക്കായി. 12,500 കൊടുത്തിട്ട് ഈ 2014 ഈ ക്യാമറ എടുക്കുന്നതിൽ എന്ത് കണ്ടിട്ട് എടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഇത് കർവിയാണ്. ഇത് വണ്ടി കർവിയാണ്. ഇതേതോ ഗാരേജിലങ്ങാട്ട് ഇട്ടിട്ട് ആടന്ന് പൊക്കി കൊണ്ടുപോയ സാധനമാണ്. ഇത് കർവിയാന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ കാരണങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ കൈസേ ठीक है. अभी क्या करते हैं, क्या क्या काम है इसमें? वाटर पंप नया डाल दिया। हाँ, और ये थर्मोस्टेट है। अभी स्टार्टिंग नहीं है गाड़ी? गाड़ी स्टार्ट है। हाँ, लेकिन इसमें प्रॉब्लम है, हीट होता है। हीट आता है। नया डाल दिया।
ये देखो सेंसर का वायर भी कटा हुआ है, हाँ ये डालेगा। ഓഹോ ഇതിന് എന്തെല്ലാം പണിയുണ്ട്. പെയിന്റ് അടിക്കണം, മിസ്റ്റി മാറി എടുക്കണം, പിന്നെ ഇതിന്റെ ചാവിയൊന്നും ഉണ്ടാവില്ല. ചാവിയെല്ലാം പുതിയ ഉണ്ടാക്കിയതായിരിക്കും ഉറപ്പാ. കണ്ടാ ചാവി പുതിയ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇനി ഇതെന്തെല്ലാം ഉള്ളിലെന്തെല്ലാം പണിയുണ്ട്. എന്നിട്ട് ഇതെല്ലാം പണിയെല്ലാം കഴിയുമ്പോൾക്ക് ഏകദേശം 20,000 റുപ്യാവും. ടയർ അത് ഏത്. അന്നേരം ആൾക്കാർ ഇങ്ങനത്തെ വണ്ടികൾ വിളിച്ചെല്ലാം എടുക്കുമ്പോൾ സൂക്ഷിച്ചോ. ഞാൻ എപ്പം വീഡിയോ ചെയ്യുമ്പോൾ പറയലുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടി എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കുറേ പഠിക്കാനുണ്ട്. ചാടി എടുക്കേ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി ബെസ്റ്റ് പ്രൈസിൽ പുറത്ത് ഇങ്ങനത്തെ വണ്ടി കിട്ടും, കുറച്ചധികം ഓടിയത്. ഇനി കിലോമീറ്റർ നോക്കിയാൽ തിരിയും. കിലോമീറ്റർ കിട്ടുന്ന बैटरी डाउन है, बैटरी एല്ലാം മാറ്റിയിടണം. किलोमीटर मुमकिन 4 लाख आएगा लाजिम। हाँ ये 14 അതിൻ്റെ ചേസിൻ്റെ മുകളിൽ 13. അതുകൊണ്ട് എല്ലാവരും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഇത് കുറേ പെട്ടുകൊണ്ടാണ് പറയുന്നത്, സൂക്ഷിച്ചും കണ്ടും എടുക്കുക. അപ്പോൾ കാർ കെയറിലെത്തി. അപ്പോൾ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പ് അപ്പുറത്തുനിന്ന് ഇവിടത്തേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വണ്ടീൻ്റെ കുറേ പാർട്സുകളെല്ലാം അതുള്ളത്. ഇനി നമുക്ക് എൻജിൻ ഇടണം. പക്ഷേ എങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാ പാർട്സും ഉണ്ട്. എൻജിൻ ഇടുന്നതുകൊണ്ട് ഈ എൻജിൻ പാർട്സൊന്നും ആവശ്യമില്ല. ബാക്കിയെല്ലാം ബോഡി പാർട്സെല്ലാം ഉണ്ട്, റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി കാർ കെയറിൽ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മൾ. മെയിനായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ്യൂട്ടറും ബാറ്ററിയും ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി അവിടെ വെച്ചെടുത്തുനിന്ന്. അതിപ്പോൾ ഞാൻ എടുക്കുന്നവരുമായിട്ട് ഡീലാക്കിയിട്ട് അവർ പ്രൈസ് കുറച്ച് തരുമെങ്കിൽ ഇതാക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് എൻജിൻ ഇടാണ്ട് ഇപ്പോൾ പെൻഡിങ് വെക്കുന്നത്. എൻജിനും എടുത്തിട്ടുണ്ട്, ടപ്പെന്ന് ഇടുകയെന്നു. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വണ്ടിയെല്ലാം അടിപൊളിയാണ്, നീറ്റാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. 2010 വണ്ടിയാണ് കേട്ടോ. എൻജിനിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഓപ്പണില്ലാത്ത എൻജിനിട്ടാൽ നല്ല അടിപൊളിയായിട്ട് ഓടും. അങ്ങനെയാണുള്ളത്. പിന്നെ എന്താ ചെയ്യുക, കമ്പ്യൂട്ടറിനാണ് പ്രൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മതി. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.